ബലിവേദിയിൽ ബലിയർപ്പിക്കാൻ വരുന്നിതാ ഞങ്ങൾ. സർവേശ്വര ഈശോയേ, ഈ ബലി സ്വീകരിക്കേണമേ. നിന്റേതായി തീർത്തിടു ഞങ്ങളെ. ബലിവേദിയിൽ ബലിയർപ്പിക്കാൻ വരുന്നിതാ ഞങ്ങൾ. സർവേശ്വര ഈശോയേ, ഈ ബലി സ്വീകരിക്കേണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സകല വിശുദ്ധരുടെയും വണക്കത്തിന് തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിൽ ആനന്ദിക്കാം. അവരുടെ മഹോത്സവത്തിൽ മാലാഖമാർ ആഹ്ലാദിക്കുകയും ദൈവപുത്രനെ പാടി സ്തുതിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ അൽഫോൻസ് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി പ്രാപിക്കുവാനുള്ള ആഗ്രഹം പരിപാലിക്കാത്തവൻ ക്രിസ്ത്യാനി ആയിരിക്കാം, ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നല്ല ക്രിസ്ത്യാനികളായി ഇരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് കടന്നു വന്ന് സ്വർഗപ്രാപ്തി നേടി സ്വർഗരാജ്യം നമ്മുടെ മധ്യ തന്നെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഇതാ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സകല വിശുദ്ധരുടെയും പുണ്യയോഗ്യതകൾ ഒരു ആഘോഷത്തിലൂടെ ആദരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. നിരവധി വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്ന പാപമോചനം സമൃദ്ധമായി ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ കണ്ടതായത്, വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്നോ ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളും നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്.
മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആകെ 444,000. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുൻപിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുൻപിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിലൊരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കിയണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത്. കർത്താവേ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. മനസ്സിൽ പൂമഴ ചൊരിയും വചനം, മിശിഹായുടെ നൽവചനം. ഹൃദയത്തിൻ മണിവാതിൽ തുറക്കും ദൈവത്തിൻ തിരുവചനം. മനസ്സിൽ പൂമഴ ചൊരിയും വചനം, മിശിഹായുടെ നൽവചനം. ഹൃദയത്തിൻ മണിവാതിൽ തുറക്കും ദൈവത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ആർത്തു പാടിയിടാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവരെ, നമ്മളിതാ അർപ്പണത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പവും വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് നമ്മൾ ഉയർത്തുവാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ അർപ്പണ ഗാനം പാടുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവിക സന്നിധിയിലേക്ക് ഉയരട്ടെ. നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ കർത്താവിനോട് പറയുന്നു. കർത്താവ് ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരും. അതിനാൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, ഹൃദയത്തിൻ്റെ വേദനകൾ, ഇതെല്ലാം കർത്താവിലേക്ക് അർപ്പിക്കേണ്ട സമയമാണിത്. നമുക്ക് പാടാം. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. അവസാന അത്താഴ വിരുന്നു പോലെ സ്നേഹവിരുന്നിത ഒരുക്കിയിടുന്നു. അവസാന അത്താഴ വിരുന്നു പോലെ സ്നേഹവിരുന്നിത ഒരുക്കിയിടുന്നു. സ്നേഹം പങ്കുവച്ചിടാ, അണയാത്ത തിരി കൊളുത്ത. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന്
ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സകല വിശുദ്ധരുടെയും ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങേക്ക് പ്രീതികരമാകട്ടെ. അവരുടെ അനശ്വരതയിൽ അവർ ഇതിനകം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസ്ഥ സഹായം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ സഹോദര വൃന്ദം നിത്യമായി അങ്ങേ പാടിപ്പുകഴ്ത്തുന്ന ഞങ്ങളുടെ അമ്മയും സ്വർഗീയ ജെറുസലേമുമായ അങ്ങേ നഗരത്തിൻ്റെ തിരുനാൾ ഈ ദിവസം തന്നെ ആഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. ആ നഗരത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങൾ വിശ്വാസത്തിലൂടെ മുന്നേറി സഭയുടെ നിസ്തുലമായ അംഗങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിച്ചുകൊണ്ട് തിടുക്കത്തിൽ വന്നണയുന്നു. അവർ വഴിയാണല്ലോ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായവും മാതൃകയും അങ്ങ് നൽകുന്നത്. ആകയാൽ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും വൃന്ദങ്ങളോടൊത്ത് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാനാ 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 ഓസാനാ. അത്യുന്നതങ്ങളിൽ ഓസാനാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാനാ 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 ഓസാനാ. അത്യുന്നതങ്ങളിൽ ഹോസാനാ, അത്യുന്നതങ്ങളിൽ ഹോസാനാ. പ്രിയമുള്ളവരെ, നമ്മളിതാ പരിശുദ്ധ കുർബാനയുടെ കേന്ദ്ര ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പവും വീഞ്ഞും ഈശോയുടെ മാംസരക്തങ്ങളായി മാറുന്ന പവിത്രമായിട്ടുള്ള സമയം. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന വൈദികൻ പറയുമ്പോൾ കർത്താവായ ഈശോ നമുക്കായിട്ട് കുരിശിൽ മരിക്കുന്നു. ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയിലൂടെയും തിരുവചനത്തിലൂടെയും ആണ്. നമുക്കെല്ലാവർക്കും ഈ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുക. ആത്മാവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ. നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക്, നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, കൊച്ചുമക്കളിലേക്ക് ഒക്കെ കടന്നു വരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിലേക്ക് ആത്മാവിൻ്റെ കൃപ ലഭിക്കട്ടെ. അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക.
ആത്മാവിൻ്റെ ചൈതന്യം അവർക്കെല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പൂർവികന്മാർ, നിങ്ങൾക്ക് അവരുടെ പേരുകളൊക്കെ അറിയാമെങ്കിൽ പറയുക. ഈ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളുണ്ട്, നമ്മളെ ഏറെ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ. അവരെല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് എല്ലാവരും രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നൽകുക. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും
പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളില്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവമേ, വിശുദ്ധരുടെ ഗണത്തിൽ വിശുദ്ധിയിൽ ഏകനും വിസ്മയനീയനുമായ അങ്ങയെ ആരാധിച്ചുകൊണ്ട് അങ്ങേ കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുവഴി അങ്ങേ സ്നേഹത്തികവാൽ പുണ്യപൂർണ്ണത നേടിക്കൊണ്ട് തീർത്ഥാടകരുടെ ഈ മേശയിൽ നിന്ന് സ്വർഗീയ പിതൃരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സുമറാണി വിമലാംബേ, അയ്യമ്മസിൻ മാതാവേ, അലിവോടെ കനിവോടെ ഞങ്ങളെ എന്നും നോക്കണമേ. കണ്ണീർ പ്രാർത്ഥന കേൾക്കണമേ.